ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വ്ളോഗാണ്. അപ്പം ഞങ്ങളിവിടെ രാവിലെ തന്നെ, ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ വന്നേക്കാണ്. ഇത് യൂദാപുരം യൂദാശ്ലീഹയുടെ പള്ളിയാണ്, ലത്തീൻ പള്ളിയാണ്. ഞാൻ ബസ്ലിക്ക, സെൻറ്റ് ജോർജ് ബസ്ലിക്ക അങ്കമാലി പള്ളിയിലെ ഇടവക്കാരിയാണെങ്കിലും ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു പള്ളിയാണ് യൂദാപുരം. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂദാപുരത്ത് വരാറുണ്ട്. സാധാരണഗതിയിൽ വ്യാഴാഴ്ചയാണ് യൂദാശ്ലീഹയുടെ ദിവസം. അപ്പോൾ യൂദാശ്ലീഹയുടെ നൊവേനയൊക്കെ നടക്കുന്നതും വ്യാഴാഴ്ചകളിലാണ്. ആ ദിവസം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇതേപോലെ ഫ്രീ ആയിട്ടൊന്നും നമുക്കൊരു ഇടവും കാണാൻ സാധിക്കില്ല. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കണ സമയത്താണ് ഇവിടെ ഈ ഒരു പള്ളി വരുന്നത്. അന്ന് ഈ നിത്യാരാധന കേന്ദ്രം ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നൊരു ബിൽഡിങ്. പിന്നീട് ആൾക്കാരൊക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങിയപ്പോൾ ഈ ഒരു ചെറിയ ബിൽഡിങ്ങിൽ എല്ലാവർക്കും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലായിടത്തേക്കും വലിയ രീതിയിൽ കൂട്ടിയെടുത്തു. അങ്ങനെ ഇതൊരു ഈ ഭാഗത്ത് പള്ളിയായി, ആൾത്താരൊക്കെ ആയിട്ട് വലിയൊരു പള്ളിയായി. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഷീറ്റ് തന്നെയാണ് ഇട്ടേക്കുന്നത്. എങ്കിലിപ്പോൾ നല്ല സൗകര്യമുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ വ്യാഴാഴ്ച ദിവസമാണ് ഇവിടുത്തെ ദിവസമാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടേക്കൊന്നും അടക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇവിടെ ഇത് വളരെ ഫേമസ് ആണ്, ഈ യൂദാപുരം യൂദാശ്ലീഹയുടെ പള്ളി. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ, ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണാം. കോവലാണ്, കോവയ്ക്ക പേരേനൊക്കെ കംപ്ലീറ്റ് പടന്ന് കയറിയേക്കാം. പറക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിന്ന് പഴുത്ത് പോകലാണ് സാധാരണ പതിവ്. ഇതേപോലെ നിന്ന് പഴുത്ത് പോകും, പൊട്ടിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇത് ടെറസിലേക്കാണ് ഈ കോവലം പടർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ധാരാളം കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. നമ്മൾ ആഴ്ചയിൽ കോവയ്ക്ക ഒരു 1/2 കിലോ 1 കിലോൻ്റെ അടുത്തൊക്കെ പറിക്കാറുണ്ടായിരുന്നു. കോവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു സാധനമാണ്. ഇങ്ങനെ മുകളിലേക്ക് പടർന്നേക്കണതുകൊണ്ട് തന്നെ വള്ളി പൊട്ടിച്ചെടുക്കണം. അത് നമ്മളത് നശിച്ചു പോകുമല്ലോ എന്നോർത്തിട്ട് പറിക്കാറുമില്ല. അതാണെങ്കിൽ ഇവിടെ നിറയെ ഉണ്ട് താനും. ഒരു മഴയുടെ ഒരു അന്തരീക്ഷമാണ്, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. നല്ല കാറ്റുമുണ്ട്. നിൽക്കാനായിട്ട് നല്ല രസമുണ്ട്, ടെറസിൽ നിൽക്കാനായിട്ടേ. ഇത് നമ്മുടെ പേരയുടെ പൂവാട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. നല്ല വലിപ്പം വെക്കണ പേരൊക്കെയാണ്. ഇപ്പം ഇതിൻ്റെ കേടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞനാട്ടോ, കുഞ്ഞനിപ്പോൾ ടെറസിൽ കിടന്ന ഒരു ഓസ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ആവണക്കിൻ്റെ കായ, ആവണക്കിൻ്റെ വലിപ്പം കണ്ട എന്തൊരു വലിപ്പം നോക്കിയേ. ഈ ഒരു കുഞ്ഞതായിരുന്നത്, ഇവിടെയൊക്കെ നിറയെ ആവണക്കായി. അതിൻ്റെ കായ വീണിട്ട് മുളയ്ക്കണ്ടാ. ആവണക്കിൻ്റെ കായ കൊണ്ടല്ലേ ആവണക്കെണ്ണ ഉണ്ടാക്കുന്നത്. കത്തിച്ചാൽ കത്തും തോന്നുന്നു. വലിയ മരമായിരുന്നു, ചെറുതായിരുന്നു. അപ്പൊ നിറയെ കായുണ്ട്. ശരിക്കും ഈ കായ കൊണ്ടായിരിക്കും ആവണക്കെണ്ണ ഉണ്ടാക്കണേ. ഇതൊന്ന് കുത്തി കത്തിച്ച് നോക്കണം, പറയാൻ പറ്റും. നല്ല ഇതാട്ടോ ഈ ആവണക്കിൻ്റെ കുരുവാണ്. ഇത് പച്ചയുണ്ട്, നന്നായിട്ട് ഉണങ്ങിയതുണ്ട്. ഇതിപ്പോൾ ഒന്ന് കത്തിച്ച് നോക്കാം. ആവണക്കെണ്ണ ഈ കുരു നല്ല വരുന്നത്. അപ്പം നമുക്കിതൊന്ന് കത്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ എണ്ണ തെളിയാൻ സാധ്യതയുണ്ട്. നോക്കാം. എൻ്റെ കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കത്തിച്ച് നോക്കാം കേട്ടോ. ഈർക്കിളിയുമ്പോൾ കുത്തിയേക്കാം. പഴയ ഇത് ആവണക്കുള്ള പഴയ ആൾക്കാർക്കൊക്കെ, പഴയ ആൾക്കാരെന്ന് ഇച്ചിരി പ്രായമായ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും.
ഉണ്ട്. ഇത് ഉണ്ടോ എണ്ണ തെളിയുണ്ട് കേട്ടോ. ഉണ്ട്, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. എണ്ണ കണ്ട, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. കത്തുവെപ്പത് നല്ല പോലെ ഇതിനകത്ത് എണ്ണ വരുന്നുണ്ട്. നന്നായി കത്തുണ്ട്. ഇതാണ് ആവണക്കിൻ്റെ കുരു കത്തിക്കുന്നത്. വേണ്ട, എനിക്കിത് പുതിയ അറിവാണ്. ഞാനൊരു പരീക്ഷണം ചെയ്തതാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ റോബിൻ കിളി കേട്ടോ, മണ്ണാത്തിപ്പുള്ളി. ഓറിയൻറ്റഡ് മാക്ഡി റോബിൻ എന്നാണ് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് നെയിം. ഇത് മുമ്പ് നമ്മുടെ ഇവിടെയൊക്കെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ പണ്ടത്തെ വീഡിയോ ആണ്, എടുത്ത് കാണാം കേട്ടോ. ആ പശു നോക്കണണ്ട, നല്ല അന്തരീക്ഷം. എപ്പോൾ വേണേലും മഴ പെയ്യാവുന്ന ഒരു നല്ല അന്തരീക്ഷം, അടിപൊളി സീനറി അല്ലേ. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം എന്ന് പറഞ്ഞാൽ വെറുതെ ഒഴിഞ്ഞ് കിടക്കണ പറമ്പാണ്. പാടല്ല, വെറുതെ ഒഴിഞ്ഞ് കിടക്കണ പറമ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.